ഉണ്ടാക്കി. താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് നന്ദി. നമുക്കിപ്പോൾ ഈ പ്രതിയെ വീണ്ടും പുറത്തേക്ക് വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അയാൾ വീണ്ടും എന്തോ പ്രതികരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖംമൂടി അറിയില്ല ആരാണെന്ന്. എവിടെ ആര് അതുപോട്ട് ചവിട്ടി ആരെന്ന് അറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുപിടിക്കുന്നു. അതെ, ഞാൻ പഴയ ബാത്റൂമിൽ അവിടെ നിൽക്കുന്നു. ഞാൻ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇയാളെ കൊണ്ടുപോവുകയാണ്. പ്രതി പനച്ചുമൂട് സ്വദേശി സുരേഷ് കുമാറിനെ കൊണ്ടുപോവുകയാണ്. ഇയാൾ പറയുന്നത് ഇയാളെല്ലാ ചവിട്ടിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ സോളമനിലേക്ക് പോവുകയാണ്. അരുൺ, ഇയാൾ ശ്രുതി പോലീസുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. പ്രതി വാഹനത്തിനകത്ത് നിന്നും എടുത്തു ചാടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇരു കൈകളും വിലങ്ങിട്ട് പോലും പോലീസിന്റെ നടുക്കുള്ള സീറ്റിലിരുത്തി. പക്ഷേ അവിടെ നിന്നും കുതറി പുറത്തേക്ക് ചാടാനുള്ള ശ്രമമാണ് പ്രതി നടത്തിയത്. ഏറ്റവും അവസാനം പ്രതി പറയുന്നത് അന്യ സംസ്ഥാന തൊഴിലാളിയാണ് ഈ പെൺകുട്ടികളെ ആക്രമിച്ചു എന്നുള്ള ഒരു കാര്യം പ്രതി പറയുന്നു. ഒരു മുഖവിലയ്ക്ക് പോലും എടുക്കാൻ കഴിയാത്ത കാര്യമാണ്. കാരണം കുറച്ചു മുൻപ് പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി പറഞ്ഞത് ഇയാളാണ്, ഈ പ്രതി സുരേഷ് കുമാറാണ് തന്റെ തള്ളിക്കളഞ്ഞത്. പ്രതിയുമായി പോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് ജീപ്പിന് അകത്ത് വെച്ചും അയാൾ കുതറി മാറാനുള്ള ശ്രമമടക്കം മൽപ്പിടുത്തമടക്കം നടത്തുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവുകയാണ്. പ്രതി പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇത് നടത്തിയതെന്നാണ്. പക്ഷേ അയാളുടെ വാക്കുകളിൽ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തിയിൽ ഇപ്പോഴും ഒരു അസ്വാഭാവിക പെരുമാറ്റം തന്നെയാണുള്ളത്. മദ്യപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത്തരത്തിൽ തന്നെയുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് ഉള്ളത്. അയാളുടെ പെരുമാറ്റവും അയാളുടെ സംസാര രീതിയും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആ പെൺകുട്ടി പറഞ്ഞതാണ് ഇയാൾ തന്നെയാണ് അത്. ആ പെൺകുട്ടിയെയും ഇപ്പോൾ ആശുപത്രിയിലുള്ള പെൺകുട്ടിയെയും ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന നമ്മളോട് നേരത്തെ പ്രതികരിച്ച പെൺകുട്ടിയും ഒക്കെ ആ പെൺകുട്ടി പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ആ പെൺകുട്ടിക്ക് നേരെയും അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ പ്രതി ആദ്യഘട്ടം മുതൽ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് താനല്ല ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ പെരുമാറ്റം നമ്മളിപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ജീപ്പിനകത്തേക്ക് കയറ്റുന്ന ഘട്ടത്തിലും അയാളുടെ പെരുമാറ്റം കണ്ടതാണ്. അരുൺ സോളമനിലേക്ക് പോവുകയാണ്. അരുൺ, ജീപ്പിൽ കയറിയ ശേഷവും അയാൾ കുതറി മാറാനൊക്കെ ശ്രമിക്കുന്നതും കൂടി കണ്ടു. ഒപ്പം അയാളുടെ പെരുമാറ്റത്തിലും അയാളുടെ സംസാരത്തിലും ഒക്കെ ഒരു അസ്വാഭാവിക പെരുമാറ്റം തന്നെയാണ്. ഒരു മദ്യപിക്കുന്ന ഒരാളുടെ രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ്. അതൊക്കെ ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷമേ നമുക്കത് കൃത്യമായി പറയാൻ കഴിയൂ. എങ്കിൽ പോലും അയാളുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അത് കൺമുന്നിൽ കണ്ടതാണ്. അപ്പോൾ എത്രമാത്രം ഭീകരമായിരിക്കും ഈ പെൺകുട്ടിയെ ആക്രമിക്കുമ്പോൾ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന താനല്ല ചവിട്ടിയത് എന്നുള്ള ഒരു കാര്യമാണ് അയാൾ ആവർത്തിച്ചു പറയുന്നത്. മാധ്യമങ്ങളോട് നേരത്തെ പ്രതികരിച്ചപ്പോഴും ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്, അല്ലേ അരുൺ? ശ്രുതി, അതാണ് കേരളത്തിൽ എന്ത് ആക്രമണം ഉണ്ടായാലും വളരെ പെട്ടെന്ന് പൊതുവെ പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളി ചെയ്തു എന്നുള്ളതാണ്. അത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് തന്നെ ഇയാളെ ഈ പെൺകുട്ടിയെ ചവിട്ടിയത് എന്നുള്ളൊരു വാദമാണ് ഇയാൾ പറയുന്നത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം അയാളുടെ പെരുമാറ്റത്തിൽ നടക്കിയ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാകുന്നുണ്ട്. ഇയാളെ ജീപ്പിനകത്തേക്ക് കയറ്റിയപ്പോഴും ഇയാൾ അതിൽ നിന്ന് കുതറി മാറി ശ്രമിക്കുന്നുണ്ട്. പോലീസുകാർക്ക് ഇടയിൽ ഇരുന്നു കൊണ്ടുപോലും അവിടെ നിന്ന് പുറത്തേക്ക് ചാടാനുള്ള ശ്രമം അടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അയാളെ കൊണ്ടുപോവുകയാണ്.